മുൻ എം.എൽ.എ. പി.വി. അൻവറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് 10 മണിക്കൂറോളം. ഇന്നലെ രാവിലെ 11 മണിക്ക് ചോദ്യം ചെയ്യലിന് കൊച്ചി ഇ.ഡി. ഓഫീസിൽ ഹാജരായ അൻവറിനെ രാത്രി 10 മണിക്കാണ് വിട്ടയച്ചത്. ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്നാണ് സൂചന. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വായ്പാ തട്ടിപ്പുകളുടെ പേരിലാണ് അൻവറിനെ ചോദ്യം ചെയ്തത്. നേരത്തെ 2 തവണ അൻവറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല. അൻവറുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ കോടികൾ വായ്പ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് മുടങ്ങി. ഒരേ വസ്തു ഈടായി നൽകി ഒന്നിലധികം വായ്പകൾ നേടിയതായി KFC ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരുന്നു. അൻവറിന്റെ സ്വത്തിലുണ്ടായ വലിയ വർധനയാണ് ഇ.ഡി. പരിശോധിക്കുന്നത്. അതേസമയം വായ്പാ തട്ടിപ്പ് കേസ് കെട്ടിച്ചമച്ചതാണ് എന്നാണ് പി.വി. അൻവറിന്റെ വാദം. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും എതിരെ പറഞ്ഞു തുടങ്ങിയതിന് പിന്നാലെയാണ് കേസുകൾ എടുത്തു തുടങ്ങിയതെന്നും അൻവർ പറയുന്നു. കേരളത്തിലെ വിജിലൻസ് ഞാൻ തട്ടിപ്പിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു എന്ന രീതിയിൽ ഒരു 420 ചീറ്റിംഗ് കേസ് ഇട്ടുകൊണ്ടൊരു കേസെടുക്കുകയുണ്ടായി. ആ കേസിനെ ബലത്തിൽ ഈ FIR-നെ ചൂണ്ടിക്കാണിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പിണറായി ഗവൺമെന്റിനെതിരെയും പിണറായിസത്തിനെതിരെയും മരുമാസനത്തിനെതിരെയും ശക്തമായ നിലപാടെടുക്കുകയും വ്യക്തമായ കാര്യങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്ത് തുടങ്ങിയ അന്ന് മുതലാണ് നിരവധിയായ കേസുകൾ എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണിത്.